1989 നടന്ന തെരഞ്ഞെടുപ്പ്, അന്ന് ഈ തരത്തിലുള്ള ഈ വോട്ട് മറിക്കൽ, വോട്ട് തിരുത്തൽ അല്ലെങ്കിൽ പെട്ടിപിടിച്ചെടുക്കൽ, ഇത്തരം ചില വിഷയങ്ങൾ എന്തെങ്കിലും മറു ക്യാമ്പുകളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നോ? ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വാർത്താ ചിത്രങ്ങൾ എന്തെങ്കിലും താങ്കളുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇതിനേക്കാൾ ഗുരുതരമായ വിഷയങ്ങൾ, കള്ളയോട്ട്, വോട്ട് മറിക്കൽ, തോൽക്കാൻ പോയ സീറ്റില് കള്ളയോട്ട് ചെയ്ത് ജയിച്ചത്. ഈ നിങ്ങള് CPM-നുള്ളവര് സുധാകരന്റെ ഈ പ്രസ്താവന വായിച്ചിട്ട് ചിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് വടക്കൻ കേരളം, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇതിനേക്കാൾ വലിയ ജനാധിപത്യ അട്ടിമറി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചീമേനി സംഭവം? 1987 നായനാര് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ജയിച്ചത് ശരിയായും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അന്നത്തെ പോലീസിന്റെ രഹസ്യ റിപ്പോർട്ട് നായനാര് തോൽക്കാൻ പോകുന്നു കൃഷ്ണൻ നായർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടൊന്നായിരുന്നു. പക്ഷെ നായനാര് 6000 വോട്ടും ജയിച്ചു. അവിടെ തുടർച്ചയായി കള്ളയോട്ട് ചെയ്തപ്പോൾ തൃക്കരിപ്പൂർ ബൂത്തിലെ കൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് ഏജന്റ് തടയാൻ ശ്രമിച്ചപ്പോൾ അവനെ പുറത്ത് ഇറങ്ങിയപ്പോൾ വെട്ടിക്കൊന്നു. അതിന്റെ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ചീമേനി CPM ഓഫീസിൽ കോൺഗ്രസ്സുകാർ കയറി കൂട്ടക്കൊല നടത്തിയത്. അതാണ് ചീമേനി സംഭവം. നയനാര് തോൽക്കാൻ പോയ സീറ്റിൽ കള്ളയോട്ട് ചെയ്ത് ജയിച്ചതിന്റെ അനന്തരഫലമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ജനാധിപത്യ അട്ടിമറി സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി പരിശീലിച്ചിട്ടുള്ള CPM-ന് സുധാകരന്റെ ഈ വെളിപ്പെടുത്തല് ഒരു പുഷ്പവെടി പോലെ തോന്നത്തുള്ളൂ. അവര് ചിരിക്കുകയാണ്. ഇതിനേക്കാൾ ഭീകരമാണ്. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യ വ്യവസ്ഥയോട് ഒരു ബഹുമാനവുമില്ല ഒരു കാലത്തും. അവര് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നത് അവരുടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു പരീക്ഷണം എന്ന നിലയിലായിരുന്നു. പതുക്കെ ഈ പാർലമെന്ററി വ്യാമോഹമുള്ള നേതാക്കൾ അതിൽ വർദ്ധിച്ചപ്പോൾ വിപ്ലവം മാറ്റിവെക്കുകയും ജനാധിപത്യത്തിലൂടെ ഭരണം പിടിക്കുവാനുള്ള എളുപ്പമാർഗം തേടുകയും അതിലെ ഏറ്റവും കുറുക്കു വഴിയാണ് കള്ളവോട്ട്. കള്ളവോട്ട് ചെയ്യാറുണ്ട്, അട്ടിമറിക്കാറുണ്ട്. വോട്ടർ പട്ടികയിൽ വരുത്തുന്ന മാനിപ്പുലേഷൻ മുതൽ വോട്ടിംഗ് കൗണ്ടിംഗ് വരെയുള്ള ഘട്ടത്തിൽ അത് ചെയ്യാറുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ലഘുവായ ഒരു തെളിവാണ് സുധാകരൻ അങ്ങനെ ഇപ്പോ വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ട് എന്നതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷെ ഇതിനേക്കാൾ ഭീകരമാണ് ജനാധിപത്യത്തോടുള്ളവരുടെ സമീപനം. പുറമേ പറയുന്നതാണ് അവര് ജനാധിപത്യവാദികളാണെന്ന്, അല്ലാതെ ഇതിനകത്ത് വേറൊരു കാര്യവുമില്ല. ഇതിനേക്കാൾ ഭീകരമായി അല്ല എന്തുകൊണ്ട് ഈ സമയത്ത് വെളിപ്പെടുത്തി എന്നുള്ള ചോദ്യത്തിന് പല വെളിപ്പെടുത്തലുകൾ സുധാകരന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇതൊക്കെ അവരുടെ പാർട്ടിക്ക് ഇതൊക്കെ അവഗണിക്കുന്നു CPM നേതാക്കന്മാർ. പക്ഷെ ഇത് അവഗണിക്കാതെ തരവില്ല. അവഗണിച്ചാൽ സുധാകരൻ അടുത്ത സ്റ്റെപ്പ് മറ്റേ ആയുധം എടുക്കും. അമ്പലപ്പുഴ സീറ്റിൽ ഇത്ര കള്ളവോട്ട് ചെയ്തു എന്നുള്ള കണക്കത്തേക്കും പറയും അടുത്തത്. സുധാകരൻ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർട്ടിയുടെ അന്തർരഹസ്യങ്ങളെ നേതൃത്വത്തിനെതിരെ ആക്രമിക്കാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. അതിനെയും ചെയ്യും. സുധാകരന് പാർട്ടി നേതൃത്വത്തെ അലോസരപ്പെടുത്തുക, അതിന്റെ ഒഫീഷ്യൽ ലീഡർഷിപ്പിനെ ഉപദ്രവിക്കുക, അതാണ് ലക്ഷ്യം. പക്ഷേ ശ്രീ P. സുജാതൻ, പലപ്പോഴും പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങൾ പറയുമ്പോൾ അത് അവരുടെ വിഷയമാണ്, അതിനകത്ത് തീർക്കേണ്ട കാര്യമാണ്, അതിൽ മറ്റുള്ളവർക്ക് ബന്ധമല്ല. പക്ഷെ ഇതല്ല. ഇതിൽ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു. ഇത് പാർട്ടിക്ക് പുതിയ കാര്യമല്ല എന്നുള്ള ഒരു തോന്നൽ കൂടി പുറത്തോട്ട് നൽകുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാകുന്നു. ഈ BJP-യുടെ EVM അട്ടിമറിയെ കുറിച്ചൊക്കെ വാദാരാതെ പ്രസംഗിക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം ചിലയിടത്തെങ്കിലും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതായി വരില്ലേ? എല്ലാ കാലത്തും കണ്ണൂരിൽ കള്ളവോട്ട് നടക്കുന്നു. അതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? കോൺഗ്രസുകാർക്ക് ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തായിട്ട് ശബ്ദം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് സംശയമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവിടുത്തെ ഒരു സ്വാഭാവിക കാര്യമായി അവർ ഇത്ര ശതമാനം കള്ളവോട്ട് ചെയ്യും. അതുകൂടെ കണക്കുകൂട്ടി വേണം നമ്മൾ നേരിടാൻ എന്നാണ് കോൺഗ്രസിന്റെ അവിടുത്തെ സ്ട്രാറ്റജി തന്നെ, ഇലക്ഷൻ സ്ട്രാറ്റജി, പ്രവർത്തന രീതി അത് തന്നെയാണ്. മറ്റിങ്ങനെ തെക്കോട്ട് വരുമ്പോൾ ഇതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷെ നടക്കുന്നുണ്ട്. ഏത് സീറ്റിലാണ് അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും വളരെ താരതമ്യേന കുറവാണ്. ഇത് അസംബ്ലി ഇലക്ഷനിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. മറ്റിടത്തെല്ലാം അവര് പരിശീലിപ്പിച്ചിട്ടുള്ള CPM-ന് ഒരു സിസ്റ്റമുണ്ട് കള്ള വോട്ട് ചെയ്യാനായിട്ട്. പാർട്ടി ഓഫീസിൽ
മഷി കൃത്രിമമായിട്ട് കൊണ്ടുവന്ന് രഹസ്യമായി വെച്ചിട്ട് ഈ കള്ളവോട്ട് സേനയുണ്ട്, അതറിയാം. അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. മുൻ DYFI നേതാവ് ABC ചാനലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷം. അയാള് കോട്ടയം ജില്ലയിൽ നടത്തിയിട്ടുള്ള കുട്ടനാട്ട് ഏരിയയിലൊക്കെ നടത്തിയിട്ടുള്ള കള്ളയോട്ട് എന്ന രീതിയെ, അതിന്റെ മോഡസ് ഓപ്പറാൻഡിയെ കൃത്യമായി വിവരിച്ചിട്ട് ഏതെങ്കിലും പാർട്ടിക്കാരൻ നിഷേധിച്ചു. DYFIയുടെ കോട്ടയം ജില്ലാ നേതാവായിരുന്ന ഒരാൾ വന്ന് വെളിപ്പെടുത്തി. അയാളിപ്പോ പാർട്ടിയിലില്ല, അയാൾ കർഷകനായിട്ട് ജീവിക്കുകയാണ്. ആ ആള് വെളിപ്പെടുത്തിയല്ലോ. ഓരോ നിയോജക മണ്ഡലത്തിലും ബൂത്ത് കണക്കിന് ഇത്ര കള്ളവോട്ട് ചെയ്തിരിക്കണം. അതിന് പരിശീലനം കൊടുത്ത ആളുകളെ പലതരത്തിൽ വേഷം മാറ്റിയും പിന്നെ പർദ്ദ അണിയിച്ചും ഒക്കെ പുരുഷന്മാരെ സ്ത്രീയായിട്ട് കൊണ്ടുപോയി ഒക്കെ സ്ത്രീകളുടെ വോട്ട് ചെയ്യുന്ന രീതി കണ്ണൂർ മുതൽ വ്യാപകമായി പാറശാല വരെ ഉണ്ട്. ശ്രീ പി സുജാതൻ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നത്, ഇതിന് പാളയത്തിൽ പട കൂടി ഇതിനകത്ത്. കാരണം 15% സർവീസ് സംഘടനാംഗങ്ങളുടെ 15% വോട്ടും ദേവദാസിനെതിരായിരുന്നു. ഇതാണ് ഞങ്ങൾ തിരുത്തിയത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ ആ തരത്തിൽ ഒരു എതിരഭിപ്രായം 89 ഉണ്ടായിരുന്നു ആ സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ എന്നുകൂടിയാണോ സുധാകരൻ പറയുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പാർട്ടിക്കകത്ത് ഇതുപോലെ സുധാകരനെ ഒരു ഉദാഹരണം എടുത്തു വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും സുധാകരൻ എതിർക്കുകയാണെങ്കിൽ സുധാകരൻ അടുത്ത അധ്യായം വായിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെന്ന് ചോദിക്കും. അത് ഏത് സന്ദർഭത്തിലും നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്ത ഒരാൾ ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നു വരികയാണെങ്കിൽ അയാളെ വെട്ടാനായിട്ട് എല്ലാ ഹീനമായ തന്ത്രങ്ങളും ഈ പാർട്ടി ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതാണ് CPM കേരള ചരിത്രം. CPM ഈ വിഭാഗീയതകളൊക്കെ പാലക്കാട് മുതൽ മലപ്പുറം മുതൽ ആലപ്പുഴ വരെയൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ എന്താണ് അതിന്റെ അന്തർധാരയും അർത്ഥവും എന്താണ്? ഇഷ്ടമില്ലാത്ത ആളുകളുടെ നേതൃത്വത്തിൽ വരരുത്. അതാണ് ഇത്. പാർട്ടിയിൽ വ്യക്തിപൂജ വളരുകയും ചില കാലങ്ങളിൽ ചില വിഗ്രഹങ്ങളെ സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ട് മുന്നിൽ എത്തിക്കുവാനുള്ള ചില തന്ത്രങ്ങൾ വളരെ നന്ദി. മാധ്യമപ്രവർത്തകൻ പി സുജാതൻ കൂടിയാണ് പ്രതികരിച്ചത്. വീണ്ടും CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് G സുധാകരൻ ബോംബിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴായി CPM-നെതിരെ കോൺഗ്രസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം കൂടിയാണ് അത്തരം വോട്ട് തിരുത്തൽ, വോട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കൽ നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിനടക്കം ഈ തരത്തിൽ G സുധാകരന്റെ ഭാഗത്തു നിന്ന് തന്നെ വെളിപ്പെടുത്തലും ഉണ്ടാകുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും മറുപക്ഷത്തു നിന്ന് വരിക? എല്ലാ തവണത്തെയും പോലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തവണയും G സുധാകരന്റെ പ്രസ്താവനയെ അവഗണിക്കുകയാണോ ചെയ്യുക എന്നതുകൂടി കണ്ടറിയാം. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.